ഹലോ, ചക്ക ഒരെണ്ണം വിളഞ്ഞ് നിൽപ്പുണ്ട്. ഇടയിലാണെന്നേ ഉള്ളൂ, പറിക്കാൻ ഇച്ചിരി പാടുപെടുമെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെയും കൊണ്ട് പോയതാണേ. കമ്പിക്ക് കുത്തിയിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ പിച്ചാത്തിക്ക് കെട്ടി എങ്ങനെയെങ്കിലും അറക്കാമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെയും കമ്പി എടുത്ത് പ്രയോഗിപ്പിച്ചപ്പോൾ പറ്റിയത് വേറൊന്നാ. ഇതാ കണ്ടില്ലേ, നമ്മുടെ പിഞ്ച് ചക്കകൾ രണ്ടെണ്ണം താഴെ വീണിട്ടുണ്ട്. വിളഞ്ഞവൻ അവിടെ നിൽപ്പുണ്ട്. പിന്നെ കിട്ടിയ ചക്ക എടുത്തും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു. രണ്ടും മുറിച്ചെടുത്തപ്പോഴത്തേക്കാണെങ്കിൽ ഒന്ന് വെള്ള കളർ ആയതേ ഉള്ളൂ കേട്ടോ. അത് വറുക്കാനേ കൊള്ളാവോ. മറ്റേതാണെങ്കിൽ മഞ്ഞ കളർ അടിച്ചിട്ടുണ്ട്. എന്നാലും നല്ല വിളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കൂട്ടാൻ വയ്ക്കാൻ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പകുതി എടുത്ത് മാറ്റി വെച്ചു. ഉമ്മയാണെങ്കിൽ പിച്ചാത്തിക്ക് മൂർച്ച പോരെന്ന് പറഞ്ഞുകൊണ്ട് ചക്കയെ തല്ലി പഠിപ്പിച്ചൊക്കെയാണ് പറിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനും കൂടെ കൂടി, അല്ലെങ്കിൽ ഈ പരിപാടി ഇന്ന് കോളമാവാം. ഇത്തിരി മഞ്ഞ കളർ അടിച്ച ചക്കയാണെങ്കിൽ ഞാനാണെങ്കിൽ അറുത്ത് പീസാക്കി കവർ കെട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ച് ഞായറാഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാൻ വയ്ക്കാനായിട്ട്. പിന്നെ വെള്ള കളറിലുള്ള ചക്കയാണെങ്കിൽ കുരുവെല്ലാം മാറ്റി ഞാനാണെങ്കിൽ വറുക്കാൻ എടുക്കുന്നുണ്ട്. ഉമ്മ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, അവിയൽ വെക്കാനും വറുക്കാനും വേണ്ടിയിട്ട്. ഞാൻ വറുക്കാനുള്ള ചക്കയെല്ലാം അരിഞ്ഞു കൊണ്ടുവന്ന് നല്ലോണം കഴുകിയതിന് ശേഷം തോരാനൊക്കെ വെച്ച് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് നല്ലോണം വിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു, ചക്ക പറ്റൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.